ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്നതാ. പിന്നെന്താ അവര് തിരിച്ചുപോയെ? അവർക്കെന്തോ അത്യാവശ്യം ഒരു കോള് വന്നു തോന്നുന്നു. വാ നമുക്ക് പോവാം, പിന്നൊരിക്കൽ പരിചയപ്പെടാം. സമൃദ്ധ. സ്വീറ്റ് നെയിം. മൈ നെയിം ഈസ് ടിപ്പി. നല്ല പേരാണല്ലോ. മോള് രാവിലെ എന്താ കഴിച്ചേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത്രയും നേരം ഓടി കളിച്ചതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദഹിച്ചു കാണും. ദാ മോളിത് കഴിച്ചോ. അയ്യോ വേണ്ട ആന്റി. അതെന്താ, എന്നെ പരിചയമില്ലാത്തോണ്ടാ? ചിപ്പിമോളുടെ അമ്മ തരുന്നതെന്ന് വിചാരിച്ചാ മതി. കഴിച്ചു കഴിക്ക്. എന്റെ മോള് ഈ സ്കൂളിലാ പഠിക്കുന്നേ. പേര് ഗൗരി. ഗൗരി എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നേ. നമ്മള് നല്ല ഫ്രണ്ട്സാ. അത് ശരി. കഴിക്ക്. അയ്യോ ബെല്ലടിച്ചു. ഞാൻ പോട്ടെ. നിക്ക്, വാഷ് ചെയ്തിട്ട് പോവാം. മതിയോ? ബാ. ഓക്കെ ആണോ? എന്നാ പൊയ്ക്കോ. ഇത് ഗൗരിക്ക് കൊടുത്തേക്കണേ. അയ്യോ, ഇതെന്തു പറ്റിയതാ? മോളെ മോളെ, ഇതെന്തു പറ്റിയതാ? അത് ഫ്രണ്ട്സിന്റെ ഓടി കളിച്ചപ്പോ വീണതാ. ഏത് ഫ്രണ്ട്സ്? അമ്മു ഇന്ദു. അവരല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല, ആരാ ഇതൊക്കെ ഒട്ടിച്ചു തന്നത്? ദേ ആ കാറിൽ വന്ന ആന്റിയാ. ഓ, ആ കാറിലെ ആന്റിയാണോ മോൾക്ക് മരുന്ന് വെച്ച് തന്നത്? അതെ. അത് എന്റെ വൈഫാ. ഓ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേദന ഉണ്ടോ? ഇല്ല, ഞാൻ നോക്കട്ടെ. സമയായി. ഭയങ്കര കുസൃതിയാ. കുട്ടികളല്ലേ, അല്പം കുസൃതിയൊക്കെ വേണം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ചില തലതെറിച്ച പിള്ളേരുണ്ട്. ഇപ്പൊ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ, അമ്മു ഇന്ദു. രണ്ടും ലോക്കൽ ഫാമിലീസ് വരുന്നവരാ. അവരുമായിട്ട് ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും പാടില്ലെന്ന് മോളോട് ഞാൻ പലതവണ പറഞ്ഞു നോക്കിയതാ. ഏയ് നോ, കുട്ടികളെ നമ്മൾ അങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല. എനിക്ക് വൈഫിനെ ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളായിരുന്നു. ഓ, അതിനെന്താ, തലവേദന ആയോണ്ടാ കാർ തന്നെ ഇരുന്ന് കളഞ്ഞത്. വരൂ. ഇതൊന്നിറങ്ങി.
നമ്മുടെ മോളുടെ കൂടെ പഠിക്കുന്ന ചിപ്പിമോളുടെ അമ്മയാ. തന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാ. പിന്നെന്താ അവര് തിരിച്ചുപോയേ? അവർക്കെന്തോ അത്യാവശ്യം ഒരു കോള് വന്നു എന്ന് തോന്നുന്നു. വാ നമുക്ക് പോവാം, പിന്നൊരിക്കൽ പരിചയപ്പെടാം. എന്തൊക്കെയാ സംഭവിക്കുന്നേ? എന്നിട്ട് താൻ്റെ ഒരു കാര്യം ചെയ്, വീട്ടിലേക്ക് വാ, നമുക്ക് നേരിൽ സംസാരിക്കാം. സാർ, ഇനി അപ്ഡേഷൻ ആക്യുറേറ്റ് ആയിട്ട് പറയണമെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കഴിയുള്ളൂ. എങ്കിലും ഉദ്ദേശം ഒരു 6 വർഷം പഴക്കം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, then proceed. ഓക്കെ സാർ. ഓടോ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഈ നാട്ടിൽ നിന്ന് മിസ്സിംഗ് ആയ എല്ലാവരെ കുറിച്ചും അന്വേഷിക്കണം. ഓക്കെ സാർ. പ്രത്യേകിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികളെ. ശരി. അവർക്കിടയിലെ വിശദമായ ഒരു അന്വേഷണം നടത്തണം. പിന്നെ നമ്മുടെ സ്റ്റേഷനിലോ മറ്റു ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലോ മിസ്സിംഗ് കേസുകൾ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ശരി സാർ.